സത്യജീവനെ ഞാൻ പോവുള്ളൂ. ഞാൻ അങ്ങനെ സ്വഭാവം സാറേ. നീ എന്താ വിരട്ടിയാണോ? സ്വഭാവം സാറേ. നിനക്കൊക്കെ എന്നെ ശരിക്കും അറിയാൻ പാടില്ല. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് സാറിന് കഴിഞ്ഞ് എവിടെങ്കിലും പുറത്ത് കിട്ടിയ ഇവനൊരു എല്ല് കൂടുതലാണല്ലോ സാറേ. പുറത്ത് കിട്ടിയ തീർക്കും ഞാന്. കൊന്നിട്ട് വേറെ കൊന്നിടും. നിന്റെ മാത്രമല്ല എല്ലാത്തിനും ജീവൻ ഞാൻ എടുക്കും. നിങ്ങൾക്കൊന്നും എന്നെ കുറിച്ചൊരു ചുക്കും അറിയില്ലടാ. സാറിന് കഴിഞ്ഞ് എവിടെങ്കിലും പുറത്ത് കിട്ടിയ കൈകൊണ്ടാടാ ചൂണ്ടിയാ നീ എന്നെ കിട്ടിയ തീർക്കും ഞാന്. കൊന്നിട്ട് വേറെ കൊന്നിടും. അതെ ഇത് കളഞ്ഞു വിട്ടാ. എടാ മോനെ, ആ പട പൊടിടപ്പീട് അത്ര ഉള്ളൂ. അവന്റെ ഒരാളാവക്കം. നീ ആടാ ഡിസ്ട്രിക്ട് കളക്ടറോ അത് മനസ്സിലായിട്ടോ? സാറിന് കഴിഞ്ഞ് എവിടെങ്കിലും പുറത്ത് കിട്ടിയ തീർക്കും ഞാന്. കൊന്നിട്ട് വേറെ കൊന്നിടും. മാതാവേ, നല്ല അനുസരണയോടും ദൈവഭക്തിയോടും കൂടിയാണല്ലോ മകനെ വളർത്തിയിരിക്കുന്നത്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അച്ഛാ. ആദ്യമേ എന്നെ പച്ചയ്ക്ക് മുഖത്തൊക്കെ തള്ളക്കി വിളിച്ചോണ്ടിരുന്നതാ. ഇപ്പൊ ഇത്രയെങ്കിലും ശരിയായില്ലേ? ഞാൻ ഇവിടെ നല്ലപോലെ ഇരിക്കും. സ്കൂളിൽ ചലിക്കാടെ പോക്കത്തരം കാണിച്ച അമ്മച്ചു കാണാൻ ഇടിച്ചിന്റെ കൂമ്പ് കളിക്കളെ. ഞാൻ ഇവിടെ നല്ലപോലെ ഇരിക്കും. സ്കൂളിൽ നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണ ബോറം നിനക്ക് വേണം. സത്യജീവനെ ഞാൻ പോവുള്ളൂ. തേങ്ങ മാങ്ങച്ച കാട്ടി എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. നിന്റെ ഫോൺ ഉണ്ടോ? രണ്ടുണ്ട പോടാ. ഫോൺ ഉണ്ടോ? ഫോൺ ഉണ്ടോ? ഈ കുട്ടിക്ക് കാര്യമായ എന്തോ തകരാറുണ്ട്. ഷീ ഹാസ് സം സൈക്കാട്രിക് പ്രോബ്ലം. അല്പം കൂടെ തെളിച്ചു പറഞ്ഞാൽ ഭ്രാന്ത്. ആ മൊബൈൽ എടുക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ വീഡിയോ എന്തുവേണമെങ്കിലും റെക്കോർഡ് ചെയ്തോ, അതൊന്നും കുഴപ്പമില്ല. എനിക്കൊരു ശീലമുണ്ട് എന്നാണ് പറയുന്നത്. കച്ചറ പിള്ളേരാ. അലമ്പ്, ഇത്രയും അലമ്പ് പിള്ളേരെ എന്റെ കരിയർ ഞാൻ കണ്ടിട്ടില്ല. സാധാരണ കുട്ടികളല്ല, നമ്മൾ കുട്ടികൾ അപ്പുറത്ത് പോയിട്ട് യുവാക്കൾ പോലും ഇങ്ങനെ ഒരു മുതിർന്ന ഒരു അധ്യാപകനോടൊക്കെ സംസാരിക്കുമെന്ന് സംശയമാണ്. മോനെ, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ജന്മത്ത് നന്നാവില്ല കേട്ടോ. അപ്പൊ ഇത് പോലീസിൽ തന്നെ പരാതിപ്പെട്ട് അതിന്റേതായ രീതിയിൽ നടപടി എടുക്കണ്ട. അങ്ങനെ കൊല വിളിക്കുന്ന ആള് കൊല്ലില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല.